തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായത്, LDF-ന് ഉണ്ടായത്. അതേക്കുറിച്ച് വിശകലനം ചെയ്യാൻ LDF യോഗം ചേരുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടായതിന് പ്രധാന കാരണം മറ്റാരുമല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും ആഗോള അയ്യപ്പ ഭക്തി സംഗമത്തിന് ഒരു കാറിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അപകടം മണത്തിരുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്ക്. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും തൻ്റെ കാര്യത്തിന് മാത്രം തൻകാര്യ പ്രസക്തിയുള്ള നേതാവാണ്, സാമുദായിക നേതാവാണ്. അയാൾ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി CPM-നെ വെല്ലുവിളിച്ച നേതാവാണ്. BDJS-ന് കച്ചി തൊടാതെ വന്നപ്പോൾ, BDJS തകർന്ന് തരിപ്പണമായപ്പോൾ പതിയെ CPM ലാവണത്തിലേക്ക് ഇയാൾ ചേക്കേറി. ഇയാൾക്ക് ഒരുപാട് കേസുണ്ട്. SN കോളേജ് ഫണ്ട് തിരിമറി കേസിൽ ഇയാൾ കോടതി കയറി ഇറങ്ങുകയാണ്. KK മഹേഷിന്റെ ആത്മഹത്യ കേസ്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സന്തത സഹചാരിയായിരുന്ന KK മഹേശൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ്. ഇങ്ങനെ നിരവധി കേസുകളും നൂലാമാലകളും വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെ ചുറ്റിപ്പറ്റിയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടിയതിന് കാരണം മറ്റൊന്നുമല്ല, ഈഴവ വോട്ട് സ്വാംശീകരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈഴവ വോട്ട് കിട്ടിയതുമില്ല. LDF-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അപ്പാടെ UDF-ലേക്ക് പോവുകയും ചെയ്തു. അതിന് കാരണം മറ്റാരുമല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശന് ഈഴവ സമുദായത്തിന്മേൽ എന്തെങ്കിലും സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും CPM-ന് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ചുമന്ന് പിണറായി നാറിയിരിക്കുന്നു. നാറിയവനെ ചുമന്നവനും നാറും എന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കാതെ പോയി. അതാണ് സംഭവിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് കാറിൽ ഇറങ്ങിയതിനു ശേഷം തരാതരം പോലെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തി കേരളത്തിലുടനീളം നടന്നു. ഇപ്പോഴും അയാൾ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്നു. ഇതിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ എതിർപ്പ്, ക്രൈസ്തവ സമുദായത്തിനുണ്ടായ എതിർപ്പ്, അതൊക്കെയാണ് CPM-ന്റെ കോട്ടകൾ തകരാനുള്ള കാരണം. കൊല്ലം പോലെ ഒരു കോർപ്പറേഷൻ CPM-ന് നഷ്ടപ്പെട്ടത് ചില്ലറ കാര്യമല്ല. അവിടെ ഈഴവ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ട്. ഈഴവ വോട്ടുകൾ ഒന്നാകെ UDF-ലേക്ക് പോകുന്ന ദാരുണമായ കാഴ്ചയാണ് മുഖ്യമന്ത്രിക്ക് കാണേണ്ടി വന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൂട്ടുകെട്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിനയായി മാറിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും സ്വാംശീകരിക്കാൻ കഴിയും എന്ന പിണറായിയുടെ തന്ത്രം പാളി. പിണറായിയുടെ PR ടീമിന്റെ തന്ത്രം പാളിയതാണോ പിണറായിയുടെ തന്ത്രം പാളിയതാണോ എന്നറിയില്ല. ഈ രണ്ട് മഹാരഥന്മാരെ, അല്ലെങ്കിൽ സമുദായം വെറുക്കുന്ന ഈ രണ്ടുപേരെ കൂടെ കൂട്ടിയതാണ് LDF-ന്റെ പരാജയ കാരണമെന്ന് നിസ്സംശയം പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ വന്നെങ്കിലും ഇടതു കോട്ടകൾ തകർന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം എന്നീ 2 ജില്ലകളിൽ LDF തകർന്ന് തരിപ്പണമായി മാറി. വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷന്റെ മുമ്പ് വരെ തരാതരം പോലെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടന്നു. അയാൾ തികച്ചും ഒരു വർഗീയവാദിയുടെ മുഖമായി കേരള സമൂഹത്തിന് മുമ്പിൽ നിന്നു. എന്നാൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുള്ള തിരിച്ചടി പിണറായിക്ക് ലഭിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും CPM ഈ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെങ്കിലും വെള്ളാപ്പള്ളിയെ തള്ളാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയിട്ട് 5 പൈസയ്ക്ക് പ്രയോജനമില്ല, 10 പൈസയുടെ പ്രയോജനമില്ല എന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. നടേശ ഗുരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു CPM-ന്. ഈ ദുരന്തം വിതച്ചതിന് കാരണം നടേശ ഗുരുവാണ്. മുഖ്യമന്ത്രിയെ പൊക്കിക്കൊണ്ട് ഇയാൾ നടന്നത് ഇയാളുടെ കേസുകളിൽ നിന്ന് ഊരിപ്പോകാനുള്ള തന്ത്രം മാത്രമായിരുന്നു. മുഖ്യമന്ത്രി ഇയാളുമായി കാറിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ഇയാളുമായി കാറിൽ വന്നിറങ്ങിയത്
മതേതര വിശ്വാസികളെ, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികളെ ഒരുപാട് വേദനിപ്പിച്ചു. ആ തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയം. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും കൂട്ടിക്കഴിഞ്ഞാൽ നായർ ഇഴവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി നടന്നു പിണറായി വിജയനിൽ നിന്ന് ഇത്തരമൊരു തെറ്റുണ്ടായപ്പോൾ ജനങ്ങൾ തിരുത്തി. ജനങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് CPM നൽകി. ഈ ഷോക്ക് ട്രീറ്റ്മെന്റിന് ശേഷവും വെള്ളാപ്പള്ളി തരാതരം പോലെ ഇപ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശവുമായി നടക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ഉള്ളിൽ ഒരു RSSകാരനുണ്ട്. പക്ഷേ RSSനോട് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ RSSകാർക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് BJPക്ക് BDJSനെ കൊണ്ട് ഒരു ഗുണവുമില്ല. ആകെ 6 വാർഡിലെന്തുമാണ് അവർ. പഞ്ചായത്തുകളിൽ കണക്കെടുക്കുമ്പോൾ വളരെ ദുർബലമാണ് BDJSന്റെ അവസ്ഥ. BDJS സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് BJPക്കാർ പ്രവർത്തിക്കുകയുമില്ല. അങ്ങനെ ഒരു രണ്ടും കെട്ട ഒരു അവസ്ഥയിലേക്കാണ്, ചാപിള്ളയായാണ് BDJS മാറിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടാൻ BJPക്ക് താല്പര്യമില്ല, കൂടെ കൂട്ടിയിട്ട് പ്രയോജനമില്ല എന്നറിയാം. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി രാഷ്ട്രീയ അഭയം തേടിയത് CPMലേക്കാണ്. അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. മകൻ BDJSൽ, NDAയിൽ, അച്ഛൻ CPMൽ, ഇങ്ങനെ ഒരു ബാലൻസിനാണ് വെള്ളാപ്പള്ളി എന്ന മുതലാളി ശ്രമിച്ചത്. ആ ബാലൻസിന് ശ്രമിച്ച വെള്ളാപ്പള്ളിയുടെ തന്ത്രത്തിൽ പിണറായി വിജയൻ വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിരിച്ചറിവ് എപ്പോഴും നല്ലതാണ്. CPM നേതാക്കൾ തന്നെ, CPM സംസ്ഥാന കമ്മിറ്റി തന്നെ, സംസ്ഥാന നേതാക്കൾ തന്നെ ഈ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. പൊളിറ്റിക്സ് കേരള CPMന്റെ പല സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ അപകടമാണ്. വെള്ളാപ്പള്ളി തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഈ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPMന് നെഞ്ചോട് ചേർത്തിരുന്ന ഇഴവ സമുദായത്തിന്റെ ചങ്കാണ് പിടഞ്ഞത്. അവർ വെള്ളാപ്പള്ളിയെ തള്ളിക്കളഞ്ഞു, കൂട്ടത്തിൽ CPMനെയും തള്ളിക്കളഞ്ഞു. ഇത് CPM ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്ന ദിവസങ്ങൾ വിദൂരമല്ല. മുഖ്യമന്ത്രി എന്തായാലും തോൽവിയെക്കുറിച്ച് പ്രതികരിക്കാൻ പത്രസമ്മേളനം വിളിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവിടെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയും എന്നുള്ളതും ഉറപ്പാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയാൽ 10 പൈസയുടെ പ്രയോജനമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10 പൈസയുടെ പ്രയോജനമില്ല എന്ന സത്യം CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CPM പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിൽ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് CPMന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനത്തിന് വലിയ വിലയുണ്ട്. ചെറിയ ഒരു പാളിച്ച മതി ഭരണം തകർന്ന് തരിപ്പണമാകാൻ എന്ന സത്യം ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്ക് സ്തുതി പാടി, പിണറായി വെള്ളാപ്പള്ളിക്ക് മുഖസ്തുതി പാടി നടന്നപ്പോൾ ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല CPM. വെള്ളാപ്പള്ളി കേരളം വെറുക്കുന്ന സാമുദായിക നേതാവാണ്. അയാൾക്ക് തൻ കാര്യം മാത്രമാണ് പ്രസക്തി. അയാൾ CPMനോട് ഒപ്പിയത്, പിണറായിയോട് ഒപ്പിയത് അയാളുടെ കേസുകളിൽ നിന്ന് ഊരിപ്പോകാനുള്ള തന്ത്രമായിരുന്നു. പക്ഷെ പിണറായി വിചാരിച്ചത് ഇഴവ വോട്ടുകൾ കുറച്ചെങ്കിലും വെള്ളാപ്പള്ളി കൊണ്ടുവരും എന്നായിരുന്നു. വെള്ളാപ്പള്ളിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈഴവ സമുദായം പുറംപോക്കിൽ അടിച്ചു കളഞ്ഞ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയതിലൂടെ CPMന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായത് കൊല്ലം കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും.